പപ്പ 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 പോടാ പോർക്കെ ബ്രദറെ പപ്പ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? പോടാ പോർക്കേന്ന് നീ പോയിക്കടാ പന്നി. പപ്പ നമ്മുടെ കല്യാണക്കാരൻ തന്നെയല്ലേ പറഞ്ഞത്? ആയിരിക്കും, പക്ഷെ അങ്ങോട്ട് വ്യക്തമായില്ലല്ലോ. പപ്പ പപ്പ അതെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും സാറുമാരെ. നാളെ നേരം വിളക്കുമ്പോ സാറിനെ പറ്റുമ്പോ ചോദിച്ചു മനസ്സിലാക്കല്ല. പട്ടി ശവം ഉറങ്ങാൻ നെഞ്ചിനകത്ത് തീയരിയുമ്പോഴാണ് കിടന്നുറങ്ങുന്നത്. പപ്പ 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 ഒരു മുട്ടൻ ഐഡിയ ഉണ്ട്. എന്ത് ഫിറ്റായിട്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ ഒരു ഒറ്റമൂലിയുണ്ട്. എന്താ എന്താ അത്? ഒരു ഗ്ലാസ് എടുക്കുക, അതില് ഒരു സ്മോൾ ഒഴിക്കുക, എന്നിട്ട് അതില് മറ്റൊരു സ്മോൾ ഒഴിക്കുക. അതങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പൊ ഫിറ്റ് ഇറങ്ങും. അപ്പൊ 2 സ്മോൾ കൊടുത്താ പോലെ. അയ്യോ, അപ്പൊ ഡ്രൈ ആയി പോവൂലേ. സോറി യു ആർ കറക്റ്റ്. കൊടുക്കട്ടെ സാറേ. എന്ത് കുന്തമായാലും വേണ്ടില്ല, ഇന്ന് ന്യൂസ് അറിയണം. ഇന്ന് 2-1 അറിയും. ബാല നീ ടൂൾസ് ടൂൾസാ? ബ്രാൻഡ് ഓ, ബ്രാൻഡി. ദാ വരുന്നു. പപ്പ 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 പൊളിപപ്പ വാ പൊളിപപ്പ സൂക്ഷിച്ചൊഴിക്കും. പൊളിപപ്പ. ഒരു ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല പണി ഉണ്ടായിരുന്നു. അതിന് ട്യൂബിനിപ്പോ ഒരു തുള്ളി പോലും പുറത്ത് പോകരുത്. വാരികൃഷ്ണം വായന കുത്തി കയറ്റിട്ട് ഒഴിച്ചു ആഹാ. നല്ല ചുട്ട പെടലോട്ടാ. വാ തുറക്കുന്നേ. എല്ലാരും അങ്ങ് മാറിയത്. ഷെർലി അല്ലേ? ആരാടോ നിങ്ങൾ? ആരാണെന്ന്? അതെ, ഞങ്ങളീ ബ്രദറെ അല്ല, ഞങ്ങൾ ഇതിലേ ഇങ്ങനെ പോകുമ്പോ പപ്പയുടെ അല്ല സാറിന്റെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എന്താ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നേ? സാറ് ഫുഡ് കഴിച്ച് ഓവറായപ്പോൾ നോർമൽ ഇത്തിരി ജ്യൂസ്. പപ്പ ജ്യൂസോ? ആ, ആപ്പിൾ ജ്യൂസ്. കളർ കണ്ടില്ലേ? ബ്രാൻഡ് ആണെന്ന് വിചാരിച്ചല്ലേ? പറ്റിച്ചേ. ഷാലി, പപ്പ കുടിച്ചിട്ടുണ്ട്. ഇതാണോ ജ്യൂസ്? ആപ്പിൾ ജ്യൂസാണ്. ഇറങ്ങടോ. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങുന്നോ അതോ പോലീസിനെ വിളിക്കണോ? കാര്യം പറയട്ടെ, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. വാടകയ്ക്കോ? ഇവിടെയോ? ഇവിടെ മുകളിൽ 1000 രൂപ ഞങ്ങൾ ഓരോരുത്തരും വാടക കൊടുക്കുന്നുണ്ട്. സാർ ഇവിടെ ഒറ്റയ്ക്കാ, മക്കളൊക്കെ ബാംഗ്ലൂരാന്ന് പറഞ്ഞപ്പോ കഷ്ടം തോന്നി. വയസ്സായ ആളല്ലേ, ഒരു കമ്പനിക്ക് ഞങ്ങളും കൂടെ ഒപ്പം താമസിച്ചു. ശരി, വാടകയ്ക്ക് താമസിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത്? ബോധമില്ലാത്ത ഒരാളെ പിന്നെ കുടിപ്പിച്ച് കൊല്ലാൻ നോക്കുക. അയ്യോ, ബോധമില്ലാത്ത ആളായിരുന്നു, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അല്ലേ ബ്രദറെ? സോറി. അയ്യോ, ദാ പോവാ. വാടകയ്ക്ക് താമസിക്കുന്നവരാ. കച്ചറേ ആ വാതിലും കൊട്ടി അടച്ചു. அண்ணே, தடி சாமானங்களெல்லாம் வந்தாச்சு. இன்னைக்கு பணி ஸ்டார்ட் பண்ணலாமல்ல? നിക്ക്, പണി സ്റ്റാർട്ട് പണ്ണാൻ വരട്ടെ. ഇവിടെ ഞങ്ങൾ തന്നെ പണി കിട്ടിരിക്കുക. അതിനൊരു തീരുമാനമാകട്ടെ. മേശരി പോയി കടുപ്പത്തിലൊരു ടീ സാപ്പിട്ട്. சரிங்கண்ணே. ഓ, അതെ, അണ്ടി പോയ അണ്ണാമാരെ പോലെ ഇങ്ങനെ മറന്നു കിടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇന്നലെ നമുക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി പ്രശ്നമേ ഇല്ല. എന്താണോ നീ അവിടെ പോയിരുന്നോ? അതല്ല, ഞാൻ ഇന്നലെ മുതലേ ആലോചിക്കായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇനി പ്രശ്നമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പറയണം. അതെ,
നമ്മൾ ഇന്നലെ ബ്രാൻഡി ഒഴിച്ചു കൊടുത്തില്ലേ? ഓ എന്റെ ഒരു മറവി. അത് അങ്ങനെയല്ല, ബ്രാൻഡിയിൽ തൈരാണ് ഒഴിക്കേണ്ടത്. ഇപ്പോഴോ ഓർമ്മ വന്നത്. ഇനി പ്രശ്നമില്ല. എന്താ പ്രശ്നം? പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ, ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതെ സാറേ, പോകല്ലേ, അവിടെ നിന്നേ. കാലത്ത് ഉണർന്നപ്പോഴാ മക്കള് വന്ന് വിവരം അറിഞ്ഞത്. അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? സംശയിക്കേണ്ട, കംപ്ലീറ്റ് കുഴപ്പമായി. സാർ ഇന്നലെ അടിച്ച് കിണ്ടിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോ കോബ്രകൾക്ക് തോന്നിയത് കോബ്രാസിന്റെ സാറിന്റെ മക്കളുടെ കല്യാണാലോചനയാണെന്നാ. പറഞ്ഞു തീരും മുമ്പ് സാറിന്റെ കംപ്ലീറ്റ് ഫീസും പോയി. അയ്യോ, അതൊന്ന് ക്ലിയർ ആയിട്ട് പറയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഇത്തിരി ഒറ്റമൂലി അല്ല, ഒരിത്തിരി ബ്രാൻഡി സാറിന്റെ വായിലോട്ട് ഒഴിച്ചപ്പോ സാറിന്റെ മക്കൾ കണ്ടോണ്ടൊന്നു. അതാ പ്രശ്നമായത്. സത്യത്തിൽ എന്താ സാറ് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടാ? ഒരു ക്ലൂ. ശരിയാ, ബോധമില്ലാതെ ഞാൻ ഇന്നലെ അത് പറഞ്ഞത്. സത്യത്തില് ഞാൻ അവരോട് ബോധത്തോടു കൂടി തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണത്. പിന്നെ എനിക്ക് നിങ്ങളെ ബോധ്യായി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അതിന് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കയറി പറ്റണം. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. ബെസ്റ്റ് അപ്പൻ. ഇങ്ങനെ ഒരു അമ്മായപ്പന് എവിടെ കിട്ടുമിടോ? മനസ്സിൽ കയറി പറ്റുന്ന കാര്യം വിട് സാറേ. ആ വീട്ടിൽ ഇനി എങ്ങനെ കയറി പറ്റും? പ്രശ്നമാണ്, പക്ഷെ അത് പ്രശ്നമല്ല. ഇന്നലെ രാത്രിയിൽ നടന്ന കഥയ്ക്ക് ഒരു മറുകഥ ഉണ്ടാക്കി മക്കളോട് പറയണം, അവരെ വിശ്വസിപ്പിക്കണം. നിങ്ങൾക്കറിയാവോ, ഞാൻ മുൻ ബോക്സർ മാത്രമല്ല, മുൻ സാഹിത്യകാരൻ കൂടിയാണ്. പണ്ട് ബാലലോകത്തിൽ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി മക്കളെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ഞാനൊരു കഥ ഉണ്ടാക്കും, അതേക്കും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോടാ കുട്ടന്മാരെ. ഈ അങ്കിള് തല്ലിപ്പൊളിയാക്കോ? ഓഫ് കോഴ്സ്. വേണ്ട വേണ്ട, പപ്പ ഇനി പുതിയ കള്ളക്കഥകളൊന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ പപ്പ. അതെ പപ്പ, ഞങ്ങള് വരുമ്പോ അവര് ബോധമില്ലാതെ കിടക്കുന്ന പപ്പയുടെ വായില് മദ്യം ഒഴിച്ചു കുടിപ്പിക്കുകയായിരുന്നു. അതെ, പക്ഷെ എന്തിന്? അത് നിങ്ങൾ അന്വേഷിച്ചോ? ഇല്ല, ഞാനിപ്പോ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അവര് കാരണ. അറിയാവോ? എന്താ പപ്പ, എന്താ ഉണ്ടായത്? പറയാ. ഇന്നലെ കോളേജിൽ പഠിച്ച എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. കോളേജിലോ? പപ്പ എപ്പോഴാ കോളേജിൽ പഠിച്ചത്? ഞാനല്ല, കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ ഒരു സുഹൃത്ത്. എന്താ അയാളുടെ പേര്? പേര് പ്ലാച്ചിമൂട്ടിൽ ശശി. എന്താ? എന്നിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നവനാ പ്ലാച്ചിമൂട്ടിൽ ശശി. യാത്രക്കിടയിൽ ഏതോ കാട്ടിൽ വെച്ച് ഒരു കാട്ടുമൂപ്പന് അവൻ കുറച്ച് ചാപ്പണം പുകയില കൊടുത്തപ്പോൾ ആ മൂപ്പൻ അവന് തിരിച്ചൊരു സമ്മാനം കൊടുത്തു. പപ്പാ, എന്തോ? ഈ കാട്ടുമൂട്ടിലെ ശശി കാട്ടുമൂട്ടിലോ ആട്ടിൻകൂട്ടിലൊന്നും അല്ല, പ്ലാച്ചിമൂട്ടിൽ ശശി. പ്ലാച്ചിയെങ്കിൽ പ്ലാച്ചി. അയാള് കാട്ടുജാതിക്കാരനാ? മതി, ഞാൻ പറയുന്നില്ല. ഷളി, നീ ഒന്ന് ചുമ്മാതിരിക്കെ. പപ്പ പറയൂ. മൂട് പോയെന്നേ. ശരി, ഞാൻ മിണ്ടുന്നില്ല. മൂപ്പൻ ശശി കൊടുത്ത സമ്മാനം എന്താണെന്ന് അറിയാവോ? ഒരു കുപ്പി വാറ്റുചാരായം. അവനിവിടെ വന്നപ്പോൾ അത് എനിക്ക് തന്നിട്ട് തിരികെ പോയി. കാട്ടിലേക്കാ? അയ്യോ. ശരി പറ. ഇന്നലെ വൈകുന്നേരം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദാ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ എനിക്കെന്തോ ഒരല്പം മദ്യപിക്കണം തോന്നിപ്പോയി.